ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് തന്നെ ഒരുപാട് കാലമായി. കുറച്ചാളും മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത, മഴക്കാലത്ത് മാത്രമേ വീഡിയോ ഇടുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴും കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തു മഴക്കാലം ആവാൻ കാത്തിരിക്കുമായിരുന്നു, മഴക്കാലത്ത് മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ, ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ചെറിയ കണ്ടൻറ്റൊക്കെ ഇട്ട് പോകാറുണ്ട്. ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാറുണ്ട്. ചെറിയ ഷോർട്ട് വീഡിയോസ്, റീൽസൊക്കെ ഇടാറുണ്ട്. കാരണം നമ്മുടെ ലോങ് ടൈം വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്കത് അതിൽ കൃത്യമായിട്ട് ഒരു നമ്മൾ 5-8 മിനിറ്റൊക്കെ വീഡിയോ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് കാണാനോ ആസ്വദിക്കാനോ പറ്റിയ ഒരു കണ്ടൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത് ഇടുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ചെറിയ കണ്ടൻറ്റുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്. മഴക്കാലം തുടങ്ങിയിട്ടില്ല, മഴക്കാലം തുടങ്ങാറായി. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കടലും ഒക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കണത് നമ്മുടെ ഏങ്ങണ്ടിയൂർ തന്നെയാണ്. ഈ ഒരു വീടൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അതിൽ കാണിക്കാനോ പറയാനൊന്നുമില്ല. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കടലാക്രമണം ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വീടൊന്നും പോവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്, ആ ഒരു സ്കെലിട്ടണായിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കാണുമ്പോൾ കുറേ ഓടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ പോയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സ്കെലിട്ടൺ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുലിമുട്ടും കാര്യങ്ങളൊക്കെ അവിടെ കാണാം വടക്ക് ഭാഗത്ത്. ഇനി തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് നടന്നാൽ പൊക്കാഞ്ചേരി, അതായത് വാടാനപ്പള്ളി പഞ്ചായത്താവും. വാടാനപ്പള്ളി പഞ്ചായത്തിലെ പൊക്കാഞ്ചേരി എത്തും. ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ സമയമാണ് കേട്ടോ. പക്ഷെ നല്ല വെളിച്ചം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയില്ല. നല്ല വെയിലും നല്ല വെട്ടവും വെളിച്ചമൊക്കെ കാണാം. തിര ഇങ്ങനെ ഇടയ്ക്ക് അടിക്കിണ്ടിട്ടാ. നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരയിൽ പെടും. അപ്പോൾ അങ്ങനെ ഞാനെന്തായാലും ഒന്ന് നടക്കാനിറങ്ങിയ, വൈകിട്ടൊന്ന് നടക്കാനിറങ്ങിയത്. നല്ല രസമാണ് ഇപ്പോൾ വൈകിട്ട് നടക്കാനായിട്ട്. ചൂണ്ടയിടാൻ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്, ഒന്ന് ചൂണ്ടയിട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കടലിൽ കുറച്ച് എന്താ പറയുക, കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൂണ്ട ഇടുമ്പോൾ അതിൻ്റെ ബ്രൈഡിലൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വേസ്റ്റ് പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. കുളവാഴയും ചണ്ടി അങ്ങനത്തെ അല്ല, കുറേ ഇങ്ങനെ ആൽഗകൾ പോലത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂണ്ടയിടാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും അവിടെ വരെ ഒന്ന് നടന്ന് നോക്കാം. നമ്മുടെ പൊക്കാഞ്ചേരി അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടല്ലോ, അഭിദീപ് റിസോർട്ടൊക്കെ ഉണ്ടല്ലോ, അവിടെ വരെ ആ ഭാഗത്തേക്ക് ഒന്ന് നടന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഒന്ന് നോക്കാം. എന്തായാലും നടക്കുകയല്ലേ. അപ്പോൾ ഇവിടെ അതൊരു ഹോം സ്റ്റേ ആയിരുന്നു. അത് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അതിനുശേഷം എന്താ ഇപ്പുറത്ത് വേറൊരു വീട് ഉണ്ടായിരുന്നു. ആ വീടൊക്കെ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് ഒക്കെ നിർത്തിയിരുന്നതാണ്. പക്ഷെ അതും ഏതാണ്ട് ഇപ്പോൾ കടലിൻ്റെ നേരത്തെ ഇത്രയും അടുത്താണ്. ഇനിയിപ്പോൾ കടലാക്രമണമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഈ ഒരു കാലവർഷം കഴിഞ്ഞാലേ നമുക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഓരോ വേനൽക്കാലവും കഴിയുമ്പോഴും ഓരോ മഴക്കാലത്തും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ ഇവിടെ ഉണ്ടാവണേ. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കടലെടുത്ത് പോവും. ഇവിടം വരെയൊക്കെ ചിലപ്പോൾ മണൽ കടലെടുത്ത് പോവും. പിന്നെ അടുത്ത വേനൽക്കാലത്ത് തിരിച്ച് കിട്ടും. അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതല്ലാതെ മുൻ വർഷങ്ങളിലൊക്കെ പോലെ നന്നായിട്ട് കടൽ കയറി വരികയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇവിടെയൊക്കെ നമ്മുടെ ആ തെങ്ങുകളെല്ലാം അതുപോലെ തന്നെ തലയൊക്കെ പോയി നിൽക്കുന്ന തെങ്ങുകളാണ്. കുറേ തെങ്ങുകളൊക്കെ കടലിൽ പോയി. ഇനിയിപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള പറമ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് എല്ലാം കാട് പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാം. കാരണം പൊതുവെ ഇങ്ങനെ കടൽ കയറി വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരുവിധം ആൾക്കാരൊക്കെ ഈ നാട് ഇട്ടിട്ട് പോയി, നാട് ഉപേക്ഷിച്ച് പോയി എന്ന് തന്നെ പറയാം. പിന്നെ പറമ്പാണെങ്കിലും അധികം ആൾക്കാരൊന്നും ഇങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കുക നോക്കുകയൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇങ്ങനെ ഈ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കണത് കേട്ടോ, പറമ്പ് ഒക്കെ. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടൽ കൊണ്ടുപോയിട്ട് ഇതുപോലെയൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്കും സംരക്ഷിക്കാനുള്ള ആ ഒരു മൈൻഡൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് ഇതുപോലെ ഇട്ടിട്ടുള്ളത്. കടലെന്തായാലും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ ചിലരൊക്കെ വന്ന് പറയാറുണ്ട് ലോങ് വീഡിയോസ് ഇടും. പക്ഷേ
ലോങ് വീഡിയോസ് ആയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാണിക്കാനോ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. വെറുതെ കടലിൻ്റെ കാഴ്ച കാണിക്കാൻ. ചിലർ പറയും വെറുതെ കടൽ കാണാനാണ് വെറുതെ വീഡിയോ എടുത്തിടുന്നൊക്കെ. വെറുതെ കടൽ കാണിക്കാൻ ഞാൻ എങ്ങനെയാണ് വെറുതെ ഒന്നുമില്ലാതെ അങ്ങനെ കടൽ മാത്രം കാണിച്ചിട്ട് വീഡിയോ ഇടണേ? അത് ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ബാക്കി കുറേ പേർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ വെറുപ്പിക്കലായി മാറരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. എന്തായാലും വെറുതെ കടൽ കാണാനൊരു രസം തന്നെയാണല്ലേ. ക്യാമറയൊക്കെ നോക്കുമ്പോൾ കടലിന് വേറൊരു ഭംഗി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ സത്യം പറഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി പോയിരിക്കുകയായിരുന്നു. ബാറ്ററി പിന്നെ വാങ്ങിച്ചില്ല. ബാറ്ററി പോയപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഒരു 5-6 മാസത്തോളമായിട്ട് എൻ്റെ ഗോപ്രോ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നാണ് ബാറ്ററി വാങ്ങിച്ചിട്ടിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ എന്തായാലും ക്യാമറ ഓണാക്കിയ സ്ഥിതിക്ക് എന്തായാലും ഒരു വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ പൊക്കാഞ്ചേരി എത്താറായിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് കടൽ കയറിയിട്ടുണ്ട്. പട്ടികൾ കിടക്കുന്നുണ്ട്. അവർ നമ്മുടെ അവിടുത്തെ പട്ടികളാണെങ്കിൽ ഒക്കെ പരിചയമുള്ള പട്ടികളാണ്. ഇവിടുത്തെ പട്ടികൾ എനിക്ക് അത്ര പരിചയമില്ല. ഒരു സേഫ്റ്റിക്ക് ഒരു വടിയെടുത്ത് കൈപ്പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ ഭാഗത്തേക്ക് ഞാനിപ്പോൾ വന്നിട്ട് കുറേ കാലമായല്ലോ. സാധാരണ ആളുകളെ പരിചയമുള്ള പട്ടികളാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ഞാൻ വരാത്തത് കൊണ്ട്, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം പട്ടികൾക്ക് അവരുടെ ടെറിട്ടറി ഒക്കെ ഉണ്ടല്ലോ. ആ ടെറിട്ടറിയിൽ പരിചയമില്ലാത്തവർ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. ഇല്ല, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അനങ്ങാണ്ട് കിടക്കുന്നുണ്ട്. ഈ പട്ടികൾ അപ്പുറത്തെ ടെറിട്ടറിയിലേക്കും വരാറില്ല, അപ്പുറത്തെ പട്ടികൾ ഇങ്ങോട്ടും വരാറില്ല. കാരണം അവർ ആ ടെറിട്ടറി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർ കയറിയാലും ചില പട്ടികൾ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. ആ വീടൊന്നും ശരിക്കും ഇവിടെ നിന്ന് കാണാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ തെങ്ങുകളൊക്കെ പോയപ്പോഴേ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ പണ്ട് ശ്രീനാരായണഗുരു വന്നിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ഇവിടെ കടൽ കയറൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. ഇപ്പം ആരും അങ്ങനെ പറയാറില്ല. മുമ്പ് പറയാറുണ്ട്. നമ്മുടെ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ കടലെടുത്ത് പോയിട്ടും ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായില്ല. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞിരുന്നു ശ്രീനാരായണഗുരു വന്നുകൊണ്ടാണ്, ശ്രീനാരായണഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കടൽ കയറൂല, ഈ ഭാഗം സംരക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ഭാഗവും കടൽ നന്നായിട്ട് കയറി തുടങ്ങി. അപ്പോൾ ആരും പിന്നെ അതിനെക്കുറിച്ച് ഇപ്പം മിണ്ടാറില്ല കേട്ടാ. മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ലവണ്ണം ഈ കഥ കേട്ടിരുന്നു. ചെറുപ്പത്തിൽ നിന്നല്ല, ഒരു 10 വർഷം മുമ്പ് വരെ ഈ കഥ നന്നായിട്ട് കേട്ടിരുന്നു. പക്ഷെ ഇപ്പം ആരും പറയണ കേൾക്കാറില്ല. ഇവിടെ നല്ലോണം കുഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ച മുന്നേ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല, ഇത്രയൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കടൽ. ഇപ്പം നല്ലവണ്ണം കയറിയതാ. ഈ വീട് വരെ അത്യാവശ്യം നന്നായിട്ട് കാണുന്നുണ്ട്. പൂപ്പരത്തിമാരൊക്കെ ഏതാണ്ട് പോവാറായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷൻ. സെൽഫി എടുക്കാം. ഇത് കണ്ടോ, ഒരു മരത്തിൽ നിറയെ കുപ്പികളും ക്യാനുകളൊക്കെ കാച്ചി നിൽക്കുന്നുണ്ടോ. പ്ലാസ്റ്റിക് കായ്ക്കുന്ന മരം. ഇതൊക്കെ കടലിൽ ഒഴുകി വരുമ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എടുത്ത് കെട്ടിയിടുന്നതാട്ടത്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നവർ ചെയ്യുന്ന പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ പൂപ്പരത്തി നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പൂപ്പരത്തിയുടെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട മഞ്ഞ പൂക്കൾ കണ്ട, നല്ല സ്റ്റൈലാണ് പൂപ്പരത്തിയുടെ പൂക്കൾ. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പ്ലാസ്റ്റിക് കുപ്പികളും കന്നാസുകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു ബിനാലെ സ്റ്റൈല് ഇൻസ്റ്റലേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇതാണ് പൊക്കാഞ്ചേരി. വാടാനപ്പള്ളിയിലെത്തി നമ്മളിപ്പോൾ. വാടാനപ്പള്ളി പഞ്ചായത്തിലെത്തി. കണ്ടിയൂരിൽ നിന്ന് നടന്ന് വാടാനപ്പള്ളിയിലെത്തി. ഈ ഒരു വീടൊക്കെ കണ്ടു. അതൊക്കെ മുമ്പ് പണ്ട് നമ്മൾ വന്നിട്ട് ഈ വീട്ടിലെ ആളുകളൊക്കെ താമസിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ ഈ 2 വീടുകൾ. ഇപ്പോൾ ഇവിടെ ആൾ താമസമൊന്നുമില്ല. ഏകദേശം കടലിൽ മൂടിപ്പോയി വീടൊക്കെ. അത്രയും മണ്ണ്, അത്രയും ഹൈറ്റിൽ കണ്ട.
നോക്കിയാൽ അതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ വീടിൻ്റെ ഹൈറ്റാണ് കേട്ടോ കാണുന്നത്. അതായത് ആ ഒരു വീടിൻ്റെ ഹൈറ്റ് അത്രയും ഹൈറ്റിലൂടെ മണ്ണ് കയറിയിട്ടുണ്ട്, മണൽ കയറി മൂടിപ്പോയതാ. അപ്പോൾ ഒന്ന് നമ്മൾ ഒരു വീടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഹൈറ്റിനേക്കാളൊക്കെ ഹൈറ്റ് ഉണ്ടാവും. ഒരു 6 അടി ആണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആവറേജ്, അപ്പോൾ അതിനേക്കാൾ എത്ര ഹൈറ്റ് ഉണ്ടാവും വീടിന് അല്ലേ? ഇപ്പം നോക്കിയേ, ഞാനൊരു 6 അടി ഒന്നുമില്ല. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വീടിനേക്കാൾ ഹൈറ്റ് ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ വീടിന് എത്ര ഹൈറ്റ്, എത്ര മണ്ണിട്ട് മൂടിയിട്ടുണ്ടാവും ഈ വീടിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാളും താമസമില്ല കേട്ടോ. പൊക്കാഞ്ചേരി ഏതാണ്ട് ഇവിടുത്തെ വീടുകളെല്ലാം ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം, കടലിൻ്റെ തീരത്തുള്ള വീടുകൾ. അപ്പോൾ ഇവിടെ കുറച്ചാൾ മുന്നേ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടേ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇട്ട് തരാം വീഡിയോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയ, അതായത് കുറേ പേര് കടൽ കയറി വീട് പോയപ്പോൾ ഒഴിഞ്ഞു പോയവരുണ്ട്, ചിലപ്പോൾ വീട് പോകുന്നതിന് മുമ്പായിട്ട് ഒഴിഞ്ഞു പോയവരുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ കൂടെ അവർ എന്തായാലും ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ താമസിച്ചിരുന്നവരാണല്ലോ, ഒരു കുടുംബം പോലെ ഇങ്ങനെ അയൽവക്കവും ഒക്കെ ആയിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരൊഴിഞ്ഞു പോയാലും വർഷത്തിലൊരിക്കലും അവരെല്ലാവരും കൂടെ ഇവിടെ വന്നിട്ട് കൂടും. ഒരു സന്തോഷമല്ലേ അത്? നമ്മൾ അത്രയും ഇവിടുത്തെ ഒരു ഗ്രാമീണ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലത്തേക്ക് ഒരു ഫ്ലാറ്റിലത്തെയോ അല്ലെങ്കിൽ ടൗണിലത്തെ ഒരു ലൈഫ് പോലെ ഒന്നുമല്ല. കുറേ വീടുകളുണ്ടെങ്കിൽ എല്ലാവരും ഒരു കുടുംബം പോലെ ആയിരിക്കും. ഏത് വീട്ടിലെ എന്താവശ്യത്തിനും എല്ലാവരും ഓടി വരും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ അത്രയും അടുത്ത് താമസിച്ചിരുന്നവർ, അതുപോലെ താമസിച്ചിരുന്നവർ ഒഴിഞ്ഞു പോയി വീടൊക്കെ വെച്ച് മാറിയപ്പോൾ പലരും പല സ്ഥലത്തായിപ്പോയി. പക്ഷെ എന്നാലും അവരെല്ലാവരും കൂടെ ഒരു ദിവസം വന്നിട്ട് ഒന്നിക്കും. അത് വർഷത്തിലൊരിക്കലും ഇവിടെ വന്നിട്ട് കൂടിച്ചേരും. അങ്ങനെ നൃത്തവും പാട്ടും അങ്ങനെ കലാപരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഈ കടൽ തീരത്ത് തന്നെ ഇവിടെയാണ് ആ പരിപാടി നടന്നത് ഇപ്രാവശ്യം. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടില്ല, ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഇപ്പോൾ വന്നത് ഇവിടെ. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഈ വീടിൻ്റെ മുകളിൽ കയറി. ഈ വീടൊക്കെ കുറേ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ വീണ്ടും വന്നു പൊക്കാഞ്ചേരിയിൽ. ഈ വീടൊക്കെ ഒരിക്കൽ കംപ്ലീറ്റ് മൂടിപ്പോയതായിരുന്നു. പിന്നെ തുറന്ന് എല്ലാം പുറത്ത് വന്ന് വീട് ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് നമ്മൾ കാണിച്ചാട്ടാ. ഇപ്പോൾ വീണ്ടും മൂടിപ്പോയി, പക്ഷെ ഫുള്ളായിട്ട് മൂടിയിട്ടില്ല. കുറേയൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ട. അപ്പോൾ എന്തായാലും വെറുതെ വലിച്ചു നീട്ടി ഇങ്ങനെ നിങ്ങളെ പോരടിപ്പിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ വീഡിയോ എടുത്തു. 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, നിങ്ങളെ കുറച്ച് കാഴ്ചകൾ, ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളൊക്കെ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗോപ്രോൻ്റെ ബാറ്ററി വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ബാറ്ററി വാങ്ങിച്ചിട്ട്, കാരണം ഗോപ്രോൻ്റെ ഒറിജിനൽ ബാറ്ററി അല്ല വാങ്ങിച്ചത്. ഒറിജിനൽ ബാറ്ററിക്ക് ഭയങ്കര വിലയാണ്. 3600 രൂപയാണ്ട ഒറിജിനൽ ബാറ്ററിയുടെ വില. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത്രയും പൈസ കൊടുത്ത് ബാറ്ററി വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കമ്പാറ്റബിൾ ബാറ്ററിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ബാറ്ററി ഇട്ടിട്ട് ഗോപ്രോ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. കാരണം റിവ്യൂസ് നോക്കിയപ്പോൾ മിക്സഡ് റിവ്യൂസാണ് കണ്ടത്. ചിലർ പറയുന്നുണ്ട് ഓക്കെയാണ്, ഒറിജിനൽ ബാറ്ററിനേക്കാളും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്, ബാക്കപ്പ് ഉണ്ട്. ചിലർ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഓഫായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനും കൂടെ വേണ്ടിയാണ് എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മഴക്കാലമൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ മീൻപിടുത്തത്തിൻ്റെ ഫിഷിംഗ് വീഡിയോസ് ഇല്ലേ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഫിഷിംഗ് ചെയ്യാറുണ്ട്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂണ്ടയിടൽ വളരെ കുറവാണ്. ഇപ്പോൾ ഞാനൊരു വഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ വഞ്ചിയിൽ പോയിട്ടുള്ള മീൻപിടുത്തമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ അത് വഞ്ചി തുഴഞ്ഞ് പോകുന്നതിൻ്റെ ഒപ്പം വീഡിയോസും കൂടെ എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കട്ടെ, വഞ്ചിയിൽ എങ്ങനെയെങ്കിലും ക്യാമറ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്തായാലും ചൂണ്ടയിടൽ തുടങ്ങണം, നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഈ ഒരു സമയം മഴയൊക്കെ പെയ്ത് കടൽ തണുത്ത് കഴിഞ്ഞാൽ മീൻ കിട്ടി തുടങ്ങും. കടൽ ചൂട് പിടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ തീരക്കടലിൽ മീനുകൾ അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1-2 മഴയും കൂടെയൊക്കെ പെയ്ത് കടലൊന്ന് തണുത്ത് തീരമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ആ തീരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ മീൻ കിട്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ ഉഷാറാക്കാം. അതുപോലെ വഞ്ചിയിൽ പോയിട്ടുള്ള മീൻപിടുത്തവും ഞണ്ടുപിടുത്തവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം, നോക്കാം. അപ്പോൾ എന്തായാലും ശരി കേട്ടോ, ഇനി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എത്ര പേര് കാണും, എത്ര പേര് ചാനലിൽ ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോസ് ഇടാണ്ടാവുമ്പോൾ അറിയാലോ,
നമുക്കധികം പേരിലേക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെടില്ല, കുറേ പേര് കാണില്ല, അറിയാം. കാരണം 5-6 മാസം കൂടിയിട്ടൊക്കെ വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ ഏത് അൽഗോരിതത്തിനും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കാണുന്നവർ കാണുക, അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എന്തായാലും നിർത്തട്ടെ, ബൈ.